ഫിസിക്സ് പാടാണ്, മാത്സ് ഭയങ്കര ടഫാണ്, എനിക്ക് ഹിന്ദി പഠിക്കാനേ പറ്റുന്നില്ല, ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ നന്നായി പഠിക്കാൻ പറ്റും എന്ന് പറയുന്ന കുട്ടികളെയും ഇത് കേട്ട് അത് വിശ്വസിച്ച് സ്ട്രെസ് അടിക്കുന്ന പാരന്റ്സിനെയും എനിക്കറിയാം. ധാരാളം പേര് ഇങ്ങനെ ഒന്ന് പറയാറുണ്ട്. എസ്പെഷ്യലി എഞ്ചിനീയറിംഗ് പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഏരിയ, ഇപ്പൊ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ഇത് ഏതെങ്കിലും ഒരെണ്ണം ടഫായിരിക്കും. കെമിസ്ട്രി ആയിരിക്കും ചിലപ്പോൾ ഫിസിക്സ് വില്ലനാകും. ഇനി എഞ്ചിനീയറിംഗിനാണെങ്കിലും ഏതെങ്കിലും ഒരു ഏരിയ ചിലപ്പോൾ അവർക്ക് ടഫായിരിക്കും. അപ്പൊ ഈ ഒരു കാര്യം, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ് ആണെങ്കിലും ചിലപ്പോൾ ഹിന്ദി ചിലപ്പോൾ അവർക്ക് പ്രശ്നമായിരിക്കും, ചിലർക്ക് മലയാളം പ്രശ്നമായിരിക്കും, മേ ബി ചില റീജിയണൽ ലാംഗ്വേജസ് പ്രോബ്ലം ആയിരിക്കും. ഇങ്ങനെ വരുമ്പോൾ നമ്മളിത് കേൾക്കുന്ന രക്ഷിതാക്കളും അല്ലെങ്കിൽ ടീച്ചേഴ്സും വിശ്വസിക്കുന്ന ആ ഒരു സബ്ജക്റ്റിൽ ആ കുട്ടി വീക്കാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അങ്ങനെ ഒരു സബ്ജക്റ്റിൽ മാത്രം ഒരാൾ വീക്കാകില്ല എന്നുള്ളതാണ്. ഞാൻ ആ ഒരു സബ്ജക്റ്റിൽ വീക്കാണ് എന്ന് നിങ്ങൾ ഇതുവരെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത് റോങ് ആണ്. ട്രസ്റ്റ് മീ, അങ്ങനെ ഒരു സബ്ജക്റ്റിൽ മാത്രം ഒരാൾക്ക് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് അവർ ബിലീഫ്സ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചത് കൊണ്ടാണ് ആ ഒരു സബ്ജക്റ്റ് ടഫാകാൻ കാരണം. അതിന് വേറെയും റീസൺസ് ഉണ്ട്. എന്താണ് ആ റീസൺസ് എന്ന് നോക്കാം. കുട്ടിക്കാലത്ത് എന്നെ മാത്സ് പഠിപ്പിച്ച ഒരു അധ്യാപകൻ, ചെറിയ ക്ലാസ്സിലായിരിക്കുമ്പോൾ എന്നെ മാത്സ് പഠിപ്പിച്ച ഒരു മാഷാണ് എന്നെ മാത്സ് പഠിപ്പിച്ചത്. അദ്ദേഹം നന്നായിട്ട് തല്ലുമായിരുന്നു. വരുന്നത് തന്നെ ഒരു ചൂരലൊക്കെ ആയിട്ടാണ്. അപ്പം നമുക്ക് ആദ്യം മാത്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിൽ, എന്റെ ബ്രെയിനിൽ, എന്റെ ചിന്തയിൽ ആദ്യം വരുന്നത് നല്ല ആചാനുബാഹുവായ മാഷ്, വലിയ ചൂരലൊക്കെ ആയിട്ട്. അന്ന് അദ്ദേഹം മുറുക്കി തുപ്പിയിട്ടൊക്കെയാ വരും, അതായത് മുറുക്കാൻ യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഇങ്ങനെ വരുന്ന ഒരു മനുഷ്യന്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ നടന്നു വരുന്നത്, നമ്മൾ ആ സ്കൂളിന്റെ വരാന്തയിൽ ചൂരലിങ്ങനെ കൊണ്ട് അദ്ദേഹം ഇങ്ങനെ നടന്നു വരുമ്പോൾ, കുട്ടിയായിരിക്കുന്ന നമ്മൾ ചെറുതാണല്ലോ, ചെറിയ ക്ലാസ്സിലുള്ള, ഇപ്പൊ 4ാം ക്ലാസ്സിലെ ഓർമ്മയാണ് എനിക്കുള്ളത്. 4ാം ക്ലാസ്സിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ മാഷ് വരുന്നു. അപ്പൊ ഇന്നലെ ചെയ്യാൻ തന്ന ഹോംവർക്ക് ചെയ്തിട്ടില്ലേ, കറക്റ്റ് ആക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് തല്ലും. തല്ലെന്ന് വെച്ചാൽ എല്ലാവരുടെയും ഫ്രണ്ടിൽ നിർത്തിയിട്ട് നമ്മൾ എന്നെ ബാക്കിലാണ് തല്ല് കിട്ടുന്നത്. അപ്പൊ സാറിന്റെ ഒരു ദിവസം സാറിന്റെ തല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ലേബൽ ചെയ്യപ്പെടും, നമ്മൾ പഠിക്കാത്ത കുട്ടിയാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ദിവസം തല്ല് കിട്ടുമെന്നുള്ള ഭയം കാരണം പല ദിവസങ്ങളിലും ഉറക്കമില്ലാതെ ഞാൻ ചെയ്ത് ഇത് കറക്റ്റാണോ, ഹോംവർക്ക് കറക്റ്റാണോ, ഇനി അത് തെറ്റായി പോയാൽ എനിക്ക് അടി കിട്ടുമല്ലോ, ഇങ്ങനെ ചിന്തിച്ച് പേടിച്ച് പിന്നീട് എനിക്ക് മാത്സ് എന്ന് കേൾക്കുമ്പോഴേ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, നമുക്ക് ഈ അടി കിട്ടുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നാണം കെടുന്നത്, ഇങ്ങനത്തെ ചിന്തകളാണ്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആ മാഷിനെ പേടിയായിരുന്നു. എൻ്റെ അധ്യാപകനെ ഞാൻ പേടിച്ചു. അതുകൊണ്ട് 7, 8, 9 മാത്സ് എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് സബ്ജക്റ്റായിരുന്നു. 10ാം ക്ലാസ് വരെയും എനിക്ക് മാത്സ് വളരെ ഡിഫിക്കൽട്ടായിരുന്നു. പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം, ഞാൻ എന്തുകൊണ്ട് എനിക്ക് മാത്സ് എനിക്ക് ഇത്രയും ടഫാകാൻ കാര്യം, ഞാൻ അന്ന് വിശ്വസിച്ചു മാത്സ് എനിക്ക് പറ്റില്ല, എന്നെക്കൊണ്ട് മാത്സ് പഠിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ടഫായിട്ടുള്ള കാര്യമാണ്, എനിക്ക് മാത്സ് എന്ന് പറയുന്നത് എനിക്ക് പറ്റിയിട്ടുള്ള പണിയല്ല എന്ന് ഞാൻ വിചാരിച്ചു. മാത്സ് റിലേറ്റഡ് സബ്ജക്റ്റ് പഠിക്കേണ്ട എന്നൊക്കെ തീരുമാനമെടുത്തു ഫ്യൂച്ചറിൽ. പക്ഷെ ഞാൻ ആദ്യം ഞാൻ ജോയിൻ ചെയ്യുന്നത് പ്ലസ് 1 ജോയിൻ ചെയ്യുന്നത് സയൻസ് സബ്ജക്റ്റാണ് ആദ്യം ചൂസ് ചെയ്തത്. അന്ന് 10ാം ക്ലാസ് വെച്ച് തന്നെ എൻ്റെ ഈ തീരുമാനത്തിൽ ചെറിയൊരു ചേഞ്ചൊക്കെ വന്നത്. കാരണം 9th 10th ഞങ്ങളെ മാത്സ് പഠിപ്പിച്ച ഒരു ടീച്ചറാണ്, വെരി ലവിങ് ടീച്ചർ. നമ്മളോട് കെയർ ആയിരുന്നു, നമ്മൾ അടുത്ത് വന്ന് തെറ്റി കണക്കുകൾ പറഞ്ഞു തരുന്നു. ഇപ്പൊ നമ്മൾ അറിയാതെ മാത്സിനോടുള്ള ഒരു ഇഷ്ടം കൂടുന്നു, ടീച്ചറിനോടുള്ള ഇഷ്ടം അതിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നു. മെല്ലെ മാത്സ് എനിക്ക് ഇഷ്ടമായി വരുന്നു. ഇതുപോലെ ആയിരിക്കും മിക്കവാറും എല്ലാ കുട്ടികൾക്കും. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ അത് പഠിപ്പിച്ച അധ്യാപകനെയോ അല്ലെങ്കിൽ അധ്യാപികയോ അല്ലെങ്കിൽ ഒരു സാഹചര്യം, ഒരു പക്ഷെ വീട്ടിൽ നമുക്ക് പേരൻസ് നന്നായിട്ട് അടി തന്ന് പഠിപ്പിക്കുന്ന ഒരു അതായത് അവൻ അതിൽ പോറാണ്, അപ്പോൾ കുറച്ചുകൂടെ പ്രഷർ കൊടുത്ത് ട്യൂഷൻ കൊടുത്താലേ നന്നാവുള്ളൂ. അപ്പോൾ ഒരു ട്യൂഷൻ ഉണ്ടാക്കുന്നു, ആ ട്യൂഷൻ എൻവയോൺമെൻറ്റോ ആ ടീച്ചറിനെയോ കുട്ടിക്ക് അക്കോമഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കുട്ടിക്ക് അതുമായിട്ട് ഗെറ്റ് ലോങ് ചെയ്യാനോ പറ്റാതെ വരുമ്പോഴും ഒരു റോങ് ബിലീഫ് സിസ്റ്റം, ഇത് വീണ്ടും ടഫാണെന്നുള്ള മെസ്സേജ് ബ്രെയിനിന് പോകും.
ഇത് അതാണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അല്ല സബ്ജക്റ്റ് അല്ല, ആ സബ്ജക്റ്റേ അല്ല. നിങ്ങൾക്ക് ബാക്കിയുള്ള സബ്ജക്ട്സ് പഠിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഇത് പഠിക്കാനും പറ്റും. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ലിംഗ്വിസ്റ്റിക് കപ്പാസിറ്റി കൂടുതലുണ്ടാകും, ലോജിക്കൽ ഐക്യു അല്ലെങ്കിൽ ഇന്റലിജൻസ് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടാകാം, അതല്ലെങ്കിൽ നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ഡോമിനേറ്റ് ചെയ്യുന്നത്. നമുക്ക് 9 വേസ് ഓഫ് ഇന്റലിജൻസ് ഡോമിനേറ്റ് ചെയ്യുന്ന എല്ലാവരിലും വ്യത്യസ്തമാണ്. ഇപ്പൊ ചിലർക്ക് ഇപ്പോൾ ലോജിക്കലായിട്ടുള്ള മാത്സിൽ അവർക്ക് ഇൻബോൺ ആയിട്ട് അവർക്ക് ആ ഒരു ഇന്റലിജൻസ് കപ്പാസിറ്റി കൂടുതലാണ്. അങ്ങനെയുള്ളവരെ മാറ്റി വെച്ചാൽ ബാക്കിയുള്ള കുട്ടികൾക്ക് ഒരു ആവറേജ് ഐക്യുള്ള സാധാരണ ഐക്യുള്ള എല്ലാവർക്കും എല്ലാ സബ്ജക്റ്റും പഠിക്കാൻ പറ്റും നമ്മളതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള ബിലീഫ് സിസ്റ്റം ഉണ്ടെങ്കിൽ അതിനുള്ള റീസൺസ് ഉണ്ട്. ആ റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കുക. നിങ്ങളെ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുക. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആ സബ്ജക്റ്റിന്റെ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന തോട്ട് എന്താണ്, ആദ്യം നമ്മൾ മനസ്സിലേക്ക് കയറി വരുന്നത് എന്താണ്, അത് പഠിക്കാൻ പാടാണ്, അങ്ങനെയാണോ, ആ അത് ഡിഫിക്കൽട്ടാണോ, ആ തോട്ട് എവിടെ നിന്നാണ് വന്നത് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഒരു പക്ഷേ ആരെങ്കിലും പറഞ്ഞു തന്നതായിരിക്കും. ഒരു 3-4 പ്രാവശ്യം ഒരേ കാര്യം തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുമ്പോൾ നമ്മൾ അത് വിശ്വസിക്കും. നമ്മൾ സെൽഫ് ടോക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിനും വിശ്വസിക്കും ഇതാണ് ശരിയെന്ന്. അപ്പോൾ അങ്ങനെയുള്ള തോട്ട്സ് വന്നത് എവിടെ നിന്നാണെന്ന് നോക്കുക. ആ തോട്ട്സിനെ നമുക്ക് അതിനൊന്ന് റിയലിസ്റ്റിക് ആയിട്ട് അനലൈസ് ചെയ്യുക. അങ്ങനത്തെ ഒരു കാര്യമേ ഇല്ലെന്ന് വിശ്വസിപ്പിക്കുക. നമുക്ക് ബാക്കിയുള്ള സബ്ജക്ട്സ് പഠിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് തീർച്ചയായിട്ടും ഇത് പഠിക്കാൻ പറ്റും. ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് ആ സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയെന്ന് പറയട്ടെ. അതായത് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഫോക്കസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മളതിൽ ദ ബെസ്റ്റ് ആവും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നമ്മൾ കോൺഫിഡൻറ്റ് ഇമ്പ്രൂവ് ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിലെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഒരു സബ്ജക്റ്റിൽ നമുക്ക് ഏതാണോ ഒരു സബ്ജക്റ്റ് നമുക്ക് ടഫാണെന്ന് നമ്മൾ ഇതുവരെ വിശ്വസിച്ചിരുന്നത്, നമ്മുടെ വിശ്വാസം കംപ്ലീറ്റ് മാറ്റുക. നമ്മൾ പോസിറ്റീവ് സെൽഫ് ടോക്ക് കൊടുക്കുക, പോസിറ്റീവ് ഫ്രേസ് നമ്മൾ നിരന്തരം. നമ്മളിപ്പോൾ ഫിസിക്സ് ആണ് ഒരാൾക്ക് ബുദ്ധിമുട്ട് എങ്കിലും നമ്മൾ ഐ ലവ് ഫിസിക്സ് ഫിസിക്സ് എനിക്ക് ഇഷ്ടമാണ് നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സിൽ ഫിസിക്സിനെ കുറിച്ച് ഫിസിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകർ നമ്മളുമായിട്ട് വളരെ നല്ല ഇന്ററാക്ട് ചെയ്യുന്നു. ടീച്ചറിനെ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടാൻ, ടീച്ചറിന് നല്ല ഏതെങ്കിലും പഠിപ്പിക്കുന്ന അധ്യാപകരുടെയൊക്കെ നല്ല ഏതെങ്കിലും എലിമെന്റ്സ് ഉണ്ടാകും, അത് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഫിസിക്സ് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് കിട്ടുന്നതായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു സബ്ജക്റ്റിലേക്ക് നമ്മൾ ഇൻട്രസ്റ്റഡ് ആവും. അത് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ള ഫോക്കസും നമുക്ക് മാറ്റിവെക്കാതെ പഠിക്കാനുള്ള ഒരു താല്പര്യവും നമുക്ക് കിട്ടും. അതിലൂടെ നമുക്ക് നമ്മുടെ ഈ റോങ് ബിലീഫിനെ മാറ്റി ഒരു പോസിറ്റീവ് ബിലീഫ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ ബ്രൂസ്ലിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? ബ്രൂസ്ലിക്ക് കുട്ടിക്കാലത്ത് ഒരുപാട് ഇഷ്യൂസ്, ചൈൽഡ്ഹുഡ് ഇഷ്യൂസ്, ദാറ്റ് മീൻസ് ഫിസിക്കൽ ഇഷ്യൂസ്. ഇപ്പൊ ഒരു കണ്ണിന് കാഴ്ചശക്തി കുറവായിരുന്നു, ഒരു കാല് മറ്റേ കാലിനെ അപേക്ഷിച്ച് കുറച്ച് നീളം കുറവായിരുന്നു. ഇങ്ങനെയുള്ള കുറെ വീക്ക്നെസ് അല്ലെങ്കിൽ കുറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷെ ബ്രൂസ്ലി ഒരിക്കലും ആ വീക്ക്നെസ്സിലേക്ക് നോക്കിയിട്ടേ ഇല്ല. ആ ബാക്കിയുള്ള കഴിവുകളിൽ മാത്രം ഫോക്കസ് ചെയ്ത് ബ്രൂസ്ലി ഈ സ്റ്റേജിലേക്ക് എത്താൻ ഇന്ന് ലോകം അറിയാം. നമ്മളൊക്കെ ബ്രൂസ്ലിയെ കുറിച്ച് സംസാരിക്കാൻ കാരണം ഒരൊറ്റ സ്കില്ല് ബ്രൂസ്ലി ചൈൽഡ്ഹുഡ് ഓൺവേർഡ്സ് അപ്ലൈ ചെയ്താണ്. അതായത് റെപ്പിറ്റീഷൻ. ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന കാര്യത്തിൽ ബ്രൂസ്ലി എന്നും വേൾഡ് നമ്പർ 1 ആണ്. അപ്പോൾ ഒരു സ്കില്ല് തന്നെ വീണ്ടും ചെയ്യുക. റെപ്പിറ്റേഷൻ മേക്സ് ആസ് സക്സസ്ഫുൾ, അല്ലെങ്കിൽ റെപ്പിറ്റേഷൻ മേക്സ് ആസ് റെപ്പിറ്റേഷൻ മാസ്റ്റേഴ്സ് ആസ്, നമ്മളെ ആ ഒരു വിഷയത്തിൽ മാസ്റ്റർ ആക്കും. അപ്പൊ നിങ്ങൾക്ക് ഇത് തോന്നുന്ന കാര്യം വീണ്ടും ഈ ചെയ്യുന്ന ടെക്നിക്സും ഈ ടാക്ടിക്സും ഒക്കെ റിപ്പീറ്റ് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളൊരു 1 month ഇത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് ഒരേപോലെ പഠിക്കാൻ പറ്റും. യു വിൽ ഗെറ്റ് ദ ഫ്ലോ. ആ ഒരു ഫ്ലോയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആ ഫ്ലോ എന്ന് പറയുന്നത് ടോപ്പേഴ്സിന് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ആണ്. നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും പഠിക്കുന്ന ഒരു ടാസ്ക് ആയിട്ട് തോന്നുന്നില്ല. അതൊരു ചലഞ്ചസ് ആയിട്ട് എടുക്കും. അടുത്ത ലെവലിലേക്ക് പോകാനുള്ള ഒരു ചലഞ്ചായിട്ട് അവരെടുക്കും. അപ്പം നമ്മൾ ടാസ്കിൽ നിന്ന് മാറി ചലഞ്ചിലേക്ക് പോകണമെങ്കിൽ ആ ഫ്ലോയിലേക്ക് എത്തണം. ആ ഫ്ലോയിലേക്ക് എത്താൻ നിങ്ങൾക്ക് റെപ്പിറ്റേഷൻ സഹായിക്കും. അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ മെസ്സേജസ് ഇടുക. അടുത്ത വീഡിയോയിൽ കൂടുതൽ ടെക്നിക്സും ടൂൾസുമായിട്ട് വീണ്ടും കാണാം. ബൈ.